നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫേഴ്സ്. 2021 ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം സീറോ മലേറിയ ലക്ഷ്യത്തിലേക്ക്. ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ മൈ ഫസ്റ്റ് ട്രിപ്പ് 2021. അടുത്തിടെ സൂയസ് കനാലിൽ കുടുങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എവർ ഗിവൺ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വർഷം അടുത്തിടെ ആഘോഷിച്ച അയൽ രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയിൽ അടിയന്തര ഉപയോഗ അനുമതി ലഭിക്കുന്ന മൂന്നാമത്തെ കോവിഡ്-19 വാക്സിൻ ഏതാണ്? സ്പുട്നിക് 5. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോ കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ഡൽഹി കണ്ടാൻമെൻറ്. ഏഷ്യ മണി ബസ് ബാങ്ക് അവാർഡ് 2021 ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ മികച്ച കൊമേഴ്സ്യൽ ബാങ്ക് HDFC ബാങ്ക്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി അടുത്തിടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് ജസ്റ്റിസ് PS ഗോപിനാഥൻ. മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത പ്രിയങ്ക മോഹിറ്റ്. I-ലീഗ് 2020-21 കിരീടം നേടിയത് ഗോകുലം FC. ആബേൽ സമ്മാനം 2021 സ്വീകർത്താക്കൾ ലെസ്ല ലോവാസ്, അവി വിൻഡർസൺ. ബഹ്റൈൻ ഗ്രാൻഡ് പിക്സ് 2021 വിജയ് ലെവിസ് ഹാമിൽട്ടൺ. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2021 ഇന്ത്യയുടെ ബാങ്കുകൾ എത്രയാണ്? 142. നരേന്ദ്രമോദി അടുത്തിടെ ബംഗ്ലാദേശിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ട്രെയിൻ സർവീസ് മിഥാലി എക്സ്പ്രസ്. UAE, USA, ഇന്ത്യ, സൗദി അറേബ്യ, ഫ്രാൻസ്, ബഹ്റൈൻ എന്നിവ അടുത്തിടെ നടത്തിയ സംയുക്ത വായുവ്യായാമം ഡെസേർട്ട് ഫ്ലാഗ് 6. ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ISSF ലോകകപ്പ് 2021 ചാമ്പ്യൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് രാമഗുണ്ഡം. എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി മാറുന്നത് രാജസ്ഥാൻ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം TB ഫ്രീ ആയി അടുത്തിടെ പ്രഖ്യാപിച്ച കേന്ദ്ര ഭരണ പ്രദേശം ലക്ഷദ്വീപ്. മദ്യത്തിൻ്റെ ഉപഭോഗം ഏറ്റവും കുറഞ്ഞ പ്രായം 25 നിന്നും 21 കുറച്ച കേന്ദ്ര ഭരണ പ്രദേശം ന്യൂഡൽഹി. എർത്ത് അവർ മാർച്ച് 27, 2021 പ്രമേയം ക്ലൈമറ്റ് ചേഞ്ചസ് ടു സേവ് എർത്ത്. അടുത്തിടെ അന്തരിച്ച ഒരു സംസ്ഥാനത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമായിരുന്ന ആദ്യത്തെ ഏക ക്രിസ്ത്യൻ പുരോഹിതൻ റവറണ്ട് ഡോക്ടർ ജേക്കബ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി അടുത്തിടെ നിയമിതനായത് A. ഷാജഹാൻ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ആർച്ച് ഡാം 2021 പ്രവർത്തനം ആരംഭിച്ചത് ബൈഹെദാൻ ഡാം, ചൈന. പാർലമെൻറ്റിൽ അടുത്തിടെ പാസാക്കിയ ദില്ലിയിലെ ലഫ്റ്റനന്റ് ഗവർണറിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഭേദഗതി ബിൽ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ഭേദഗതി ആക്ട് 2021. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി PSC ആസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്ത QR കോഡ് അധിഷ്ഠിത ബട്ടർഫ്ലൈ ഗാർഡൻ സുഗതം. ഗഗൻയാൻ പദ്ധതിയിലെ ആഘാതങ്ങളിൽ നിന്നും വികിരണങ്ങളിൽ നിന്നും പരിച ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഇന്ത്യ ഏത് രാജ്യവുമായി കരാറിൽ ഒപ്പുവെച്ചു? ഫ്രാൻസ്. അടുത്തിടെ സംസ്ഥാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ബസ്സുകൾ സ്ത്രീകൾക്കായി സൗജന്യ യാത്രാ സൗകര്യം ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ്. ബംഗ്ലാദേശിൽ നടത്തിയ ഇന്ത്യ, ശ്രീലങ്ക, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാഷ്ട്രങ്ങൾ പങ്കെടുത്ത മൾട്ടി നാഷണൽ മിലിറ്ററി വ്യായാമം ചാന്ദീർ ഓർഗോഷന. ഫിഫ വനിതാ ലോകകപ്പ് 2023 വേദി ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. സൗത്ത് ഏഷ്യൻ വുഷു ചാമ്പ്യൻഷിപ്പ് 2021 70 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയത് അനിയൻ മിഥുൻ. അടുത്തിടെ ജയിൽ ശിക്ഷ അനുഭവിച്ച ഹോങ്കോങ്ങിലെ ജനാധിപത്യത്തിൻ്റെ പിതാവ് മാർട്ടിൻ ലീ.
നാഷണൽ മാരിടൈം ഡേ 2021 ഏപ്രിൽ 5 പ്രമേയം സസ്റ്റൈനബിൾ ഷിപ്പിംഗ് ബിയോണ്ട് COVID-19. അടുത്തിടെ വിരമിച്ച റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ BP കനുംഗോ വേൾഡ് എക്കണോമിക്സ് ഫോറം 2021 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 140. ഈ അടുത്ത് അന്തരിച്ച ജസ്റ്റിസ് മോഹൻ M. ശാന്തഗൗഡർ ഏത് ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു? കേരളം. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ മാതൃകയിൽ കേരളത്തിൽ ആരംഭിച്ച പുതിയ സ്കൂൾ വിക്രം സാരാഭായ് സയൻസ് സ്കൂൾ. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഹെല്ലി പാസ്പോർട്ട് സൂചിക 2021 ഇന്ത്യയുടെ സ്ഥാനം 84. 2020-2021 കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന നടപ്പാക്കുന്നതിൽ ഒന്നാമതെത്തിയ ജില്ല ഉധംപൂർ, ജമ്മു കാശ്മീർ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 6000 റൺസ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി. 2021 ഏപ്രിൽ നടന്ന ബാർസലോണ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് റാഫേൽ നദാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് 37 റൺസ് നേടുന്ന താരമെന്ന ക്രിസ് ഗെയിംസിൻ്റെ റെക്കോർഡിന് ഒപ്പമെത്തിയ താരം രവീന്ദ്ര ജഡേജ. 93ാമത് ഓസ്കാർ അവാർഡ് മികച്ച നടൻ ആന്റണി ഹോപ്കിൻസ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏത് ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലാണ് വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തി ചരിത്രം കുറിച്ചത്? കണ്ണൂർ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച കൗണ്ടിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എൻകോർ. ക്ഷീരപഥത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തമാണ് യൂണിക്കോൺ. 2022 നടക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ന്യൂസിലാൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് AC റെയിൽവേ ടെർമിനൽ സ്ഥാപിതമായത് ബംഗളൂരുവിൽ. ആദ്യ മലമ്പനി മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് എൽ സാൽവഡോറിനെ. കേരള IT പാർക്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റത് ജോൺ M. തോമസ്. അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങളെ കണ്ടെത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിക്കുന്ന പുതിയ ക്യാമ്പയിൻ ഓപ്പറേഷൻ ഗ്രീൻ അവയർനെസ്. 67ാമത് ദേശീയ ഫിലിം അവാർഡ്. മികച്ച ചിത്രം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. മികച്ച നടൻ ധനുഷ് മനോജ് ബാജ്പേയി. മികച്ച നടി കങ്കണ റണൌട്ട്. മികച്ച സംവിധായകൻ സഞ്ജയ് പുരൻ സിംഗ് ചൗഹാൻ. മികച്ച പുതുമുഖ സംവിധായകൻ മാത്തുക്കുട്ടി സേവ്യർ. മികച്ച മലയാള ചിത്രം കള്ളനോട്ടം. മികച്ച ഗാനരചയിതാവ് പ്രഭാവർമ്മ. സ്പെഷ്യൽ എഫക്ട് സിദ്ധാർത്ഥ് പ്രിയദർശൻ. മെഗാ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് MFTA അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായി മാറുന്നത് സിംഗപ്പൂർ. ആരെയാണ് സരസ്വതി സമ്മാൻ 2020 തിരഞ്ഞെടുത്തത്? ഡോക്ടർ ശരൺകുമാർ ലിംബാലെ. BCCയുടെ അഴിമതി വിരുദ്ധ യൂണിറ്റിൻ്റെ തലവനായി അടുത്തിടെ നിയമിതനായത് ഷബീർ ഹുസൈൻ ഷെഹാദം തഖ്വാല. പുതുതായി നിയമിതനായ ഇന്ത്യൻ റവന്യൂ സെക്രട്ടറി തരുൺ ബജാജ്. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറി അജയ് സേത്ത്. ചൈനയുടെ ആദ്യത്തെ മാർസ് റോവർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൂരോങ്. കേരളത്തിലെ രണ്ടാമത്തെ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ബ്രഹ്മപുരം. ബ്ലൂ ടെലിമെഡ് എന്ന പേരിൽ ടെലിമെഡിസിൻ ആപ്പ് തുടങ്ങിയത് കേരള പോലീസ്. ഇന്ത്യയിലെ US സ്ഥാനപതിയായി നിയമിതനായത് എറിക് ഗാർസിറ്റി. മൗണ്ട് അന്നപൂർണ സ്കെയിൽ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വനിത പ്രിയങ്ക മോഹ്നി. കേരള പ്രീമിയർ ലീഗ് 2021 ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ടൈറ്റിൽ ജേതാവ് ഗോകുലം FC. ഈയിടെ അന്തരിച്ച പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനും UGC മുൻ ചെയർമാനുമായ വ്യക്തി അരുൺ നിഗവേക്കർ. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ഹർഷ് വർദ്ധൻ ശൃംഖള. ആദ്യത്തെ ചന്ദ്രയാത്രികൻ മൈക്കൽ കോളിൻസ്. ഏത് ജില്ലയിലാണ് കേരള പോലീസിൻ്റെ ആദ്യ ബൈസൈക്കിൾ പെട്രോളിംഗ് ആരംഭിച്ചത്? കണ്ണൂർ. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനില്ല എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം നോർത്ത് കൊറിയ. 2021 മാർച്ചിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേര്
നക്കാടുംബ സിംഹ്ല രാമസ്വാമി സദാശിവൻ. കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച മാസ് വാക്സിനേഷൻ ഡവ് ക്രഷിംഗ് ദ കർവ്. അടുത്തിടെ ദയാവധം നിയമപരമാകാനുള്ള ബിൽ പാസാക്കിയ രാജ്യം സ്പെയിൻ. 7ാം രാജ്യമാണ് ആദ്യത്തേത് നെതർലാൻഡ്. കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ വിൻ്റർ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് ഗുൽമാർഗിൽ. സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന പാലക്കാട് ജില്ലയിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സാക്ഷരതാ പദ്ധതി പഠന ലിഖ് അഭിയാൻ. പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കിയ മലയാളി താരം എം ശ്രീശങ്കർ ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടി. ഇംഗ്ലീഷ് ഭാഷാ വിഭാഗത്തിലുള്ള 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് യാഷിത ദത്ത്, കമ്മിങ് ഔട്ട് ആസ് ദളിത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തറ, എറണാകുളം. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ബി കല്യാണം. കോവിഡ് ബാധിച്ച് മരണമടഞ്ഞ 52ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ശംഖ ഘോഷ്. കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീണപ്പൂവ് ശതാബ്ദി പുരസ്കാര ജേതാവ് ജി പ്രിയദർശൻ. അടുത്തിടെ അന്തരിച്ച റിസർവ് ബാങ്ക് മുൻ ഡെപ്യൂട്ടി ഗവർണർ കെ ചക്രവർത്തി. 66ാമത് ഫിലിം ഫെയർ അവാർഡ് 2021. മികച്ച ചിത്രം തപ്പാട്. മികച്ച നടൻ ഇർഫാൻ ഖാൻ. ജനപ്രിയ നടൻ അമിതാഭ് ബച്ചൻ. മികച്ച നടി താപ്സി പന്നു. ജനപ്രിയ നടി തിലോത്തമ ഷോമി. മികച്ച സംവിധായകൻ ഓം റൗട്ട്. 2020 ഗ്ലോബ് സോക്കർ അവാർഡിൽ പ്ലെയർ ഓഫ് ദ സെഞ്ച്വറി 2001-2020 പുരസ്കാരത്തിന് അർഹനായത് ക്രിസ്ത്യാനോ റൊണാൾഡോ. റൊമാനിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഫ്ലോറിൻ സിദ്ധു. സുഹൃത്ത് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ തീരുമാനിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര സർഫേസ് ടു എയർ മിസൈൽ ആകാശ് മിസൈൽ. വ്യോമസേനയ്ക്കായി ഏത് സ്ഥാപനത്തിൽ നിന്നാണ് തദ്ദേശീയമായി നിർമ്മിച്ച 73 തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ഹാൽ. 2021 ജനുവരിയിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടക്കുന്ന സംയുക്ത വ്യോമാഭ്യാസം സ്കൈ റോസ് എക്സസൈസ്. CBIയുടെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനായത് രമേശ് ചന്ദ്ര ജോഷി. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന 38ാമത് ജില്ല മയിലാദുരൈ. ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ശബരി റെയിൽപാത നിർമ്മിക്കുന്നത്? അങ്കമാലി, എരുമേലി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായത് ഉമേഷ് സിൻഹ. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ KVIC പുനരുജ്ജീവന പദ്ധതികൾ ആരംഭിച്ച അരുണാചൽ പ്രദേശിലെ 1000 വർഷം പഴക്കമുള്ള ഹാൻഡ്മെയ്ഡ് പേപ്പർ നിർമ്മാണ മേഖല മാൻപ ഹാൻഡ്മെയ്ഡ് പേപ്പർ. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള മരീചിക ഇനം ശ്രീരക്ഷ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രവാസികൾക്കായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ് വെബ് പോർട്ടൽ ഗ്ലോബൽ പ്രവാസി റിഷ്ത. അടുത്തിടെ അന്തരിച്ച കോളിൻ ബെൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഫുട്ബോൾ. COVID-19 ബാധിച്ച് മരണപ്പെട്ട പ്രവാസി മലയാളികളുടെ നിർധന കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനായി പീപ്പിൾസ് ഫൗണ്ടേഷൻ ആരംഭിച്ച സഹായ പദ്ധതി തണലൊരുക്കാം, ആശ്വാസമേകാം. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മലയാള മിഷൻ 2020 മാതൃഭാഷ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ അശോക് ഡിക്രൂസ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഹുബ്ലി. 2021 ജനുവരിയിൽ ദേശീയോദ്യാനത്തിൻ്റെ ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനമിറക്കിയ കേരളത്തിലെ ദേശീയോദ്യാനം മതികെട്ടാൻചോല, ഇടുക്കി. വിവിധ ആവശ്യങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നതിന് പഞ്ചാബ് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഡിക്കി നെറ്റ്.
സ്കൂൾ ബാഗ് പോളിസി 2020 ആവിഷ്കരിച്ച ഏജൻസി NCERT. 2021 ജനുവരിയിൽ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് സഞ്ജീവ് ബാനർജി. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2020 പാലാ KM മാത്യു പുരസ്കാരത്തിന് അർഹനായത് ശ്രീജിത്ത് പെരുന്തച്ചൻ. കുഞ്ചുവിനുണ്ടൊരു കഥ പറയാൻ നോവൽ. രാജ്യത്തെ ആദ്യത്തെ സോളാർ ഇലക്ട്രിക് റോറോ സേവനം ഏത് സംസ്ഥാനത്താണ് അവതരിപ്പിച്ചത്? കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? കേരളം. 2021 ജനുവരിയിൽ ഉദ്ഘാടനം നിർവഹിച്ച കേരള സംസ്ഥാന IT മിഷൻ, അക്ഷയ പ്രോജക്റ്റ് എന്നിവയുടെ പുതിയ ആസ്ഥാന മന്ദിരം സാങ്കേതിക, തിരുവനന്തപുരം. 2021 ജനുവരിയിൽ പ്രവാസികൾക്കും വിദേശത്ത് അവരോടൊപ്പം കഴിയുന്ന കുടുംബാംഗങ്ങൾക്കും വേണ്ടി നോർക്ക റൂട്ട്സ് ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രവാസി രക്ഷ. പ്രളയവും കോവിഡും കാരണം ബുദ്ധിമുട്ടിലായ സംരംഭകരെ സഹായിക്കുന്നതിനായി വായ്പാ തിരിച്ചടവ് മെച്ചപ്പെടുത്തുന്നതിനുമായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി അതിജീവനം സമാശ്വാസ പദ്ധതി. 2021 ജനുവരിയിൽ കേരളത്തിൻ്റെ കരകൗശല കലാവൈദഗ്ധ്യം പുനരുജ്ജീവിപ്പിക്കാനും കലാകാരന്മാർക്ക് മാന്യമായ ഉപജീവനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് നിലവിൽ വരുന്നത് വെള്ളാർ, തിരുവനന്തപുരം. അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനം വഹിക്കുന്ന ആദ്യ വനിത ആരാണ്? കമല ഹാരിസ്. 2021 ജനുവരിയിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പിന് കീഴിലുള്ള രണ്ടാമത്തെ വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വന്നത് പറശ്ശിനിക്കടവ്, കണ്ണൂർ. നീതി ആയോഗിൻ്റെ ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സിൻ്റെ 2ാം പതിപ്പ് അനുസരിച്ച് കേരളത്തിൻ്റെ സ്ഥാനം 5. വീട്, വിദ്യാലയം, സാമൂഹ്യ ചുറ്റുപാട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം കുട്ടികൾ സുരക്ഷിതരായി ഇരിക്കുവാനും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും തടയുവാനും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആവിഷ്കരിച്ച പദ്ധതി ബാലസൗഹൃദ കേരളം. കേരള സർക്കാർ ആരംഭിച്ച സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ അഭിനേതാവ് ടൊവിനോ തോമസ്. പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ 2021 ജനുവരി 9 പ്രമേയം കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത്. 2021 ജനുവരിയിൽ കേരളം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ജന്തുജന്യ രോഗം പക്ഷിപ്പനി H5N8 വൈറസ്. 2021 ജനുവരിയിൽ പ്രകൃതി സൗഹൃദ ഗാർഹിക നിർമ്മാണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിൻ്റെ ഭാഗമായി ഒറ്റത്തവണ കെട്ടിട നികുതിയിൽ നിശ്ചിത ശതമാനം ഇളവ് നൽകുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഗ്രീൻ റിബേറ്റ്. 2021 സംസ്ഥാന സർക്കാരിൻ്റെ കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വരുന്നത് വെള്ളാർ. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മലയാളം മിഷൻ്റെ 2020 മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരം ലഭിച്ച വ്യക്തി അശോക് ഡിക്രൂസ്. അമേരിക്കയുടെ എത്രാമത് വൈസ് പ്രസിഡന്റാണ് കമലാദേവി ഹാരിസ്? 49. 2021 ജനുവരിയിൽ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ 9mm മെഷീൻ പിസ്റ്റൾ അസ്മി. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ ലോകോത്തര നിലവാരത്തിലുള്ള ബസ് ടെർമിനൽ നിലവിൽ വരുന്നത് ഖാൻ നഗർ, കട്ടക്ക്, ഒഡീഷ. 2021 ജനുവരിയിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൻ്റെ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ K. റിജി ജോൺ. SII വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ന്യൂമോണിയ വാക്സിൻ ന്യൂമോക്സിൻ ആരാണ് അവതരിപ്പിച്ചത്? ഡോക്ടർ ഹർഷവർദ്ധൻ. തായ്ലാൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ ജേതാക്കൾ. പുരുഷ വിഭാഗം വിക്ടോർ ആക്സൽസൺ, ഡെൻമാർക്ക്. വനിതാ വിഭാഗം കരോളിന മാരിൻ, സ്പെയിൻ. 2021 ജനുവരിയിൽ സംസ്ഥാനത്തെ പഠിക്കാൻ മിടുക്കരായ നിർധനരായ 10,000 വിദ്യാർത്ഥികൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി വൺ സ്കൂൾ വൺ IAS. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് ആർച്ച് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത് മേഘാലയ. 2021 ജനുവരിയിൽ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നസർ ഷമീൻ ഖാൻ, ഫിജി. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ IFFIയിൽ
ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ അവാർഡിന് അർഹനായത് ബിസ്വാജിത് ചാറ്റർജി. ഫ്രാൻസിലെ ഔദ്യോഗിക ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റിന് അർഹനായ ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞ രോഹിണി ഗോഡ്ബോളെ. 2021 റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാ ഇനത്തിലും 1-ാം സ്ഥാനം ലഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. വയോജനങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്കും മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി കാരുണ്യ അറ്റ് ഹോം. 2021 കുട്ടികളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമുള്ള വർഷമായി ഇയർ ഓഫ് ചിൽഡ്രൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആചരിക്കുന്നത് കേരള പോലീസ്. 2 തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട US-ന്റെ ആദ്യ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന കെ ഫോൺ പദ്ധതിയുടെ ആദ്യ ഇന്റർനെറ്റ് ഇടനാഴി തിരുവനന്തപുരം പാലക്കാട്. 2021 സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനമായ സാഹിത്യ മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കോട്ടയം. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വിശദമായ ചരിത്രം ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയം നിലവിൽ വരുന്നത് ആലപ്പുഴ. 2020 ജനുവരിയിൽ അമേരിക്കയുടെ 46ാമത് പ്രസിഡന്റായി സ്ഥാനമേറ്റത് ജോ ബൈഡൻ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന ഫസ്റ്റ് ഫൈറ്റർ പൈലറ്റ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ഭാവന കാന്ത്. ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ 760 ഗോളുകൾ. 2021 ജനുവരിയിൽ നിയമസഭാ സാമാജികയായി 50 വർഷം പൂർത്തിയാക്കിയതിന് കേരള നിയമസഭയുടെ ആദരം ലഭിച്ച വ്യക്തി ഉമ്മൻചാണ്ടി. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ 2021 ജനുവരിയിൽ നടത്തുന്ന തീരദേശ സുരക്ഷാ അഭ്യാസം SEAWIN-21. ശുദ്ധമായ കുടിവെള്ളം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച കുപ്പിവെള്ള ബ്രാൻഡായ ഹില്ലി അക്വയുടെ പുതിയ പ്ലാൻ നിലവിൽ വരുന്നത് അരുവിക്കര തിരുവനന്തപുരം. 2021 ജനുവരിയിൽ ഇന്ത്യൻ സൈനികർക്ക് DRDO വികസിപ്പിച്ച അതിതീവ്ര തണുപ്പുള്ള പ്രദേശങ്ങൾ ഉപയോഗിക്കാവുന്ന ഹീറ്റിംഗ് ഡിവൈസ് പുഖരി. 2021 ജനുവരിയിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ പുറത്തിറക്കിയ പ്രകൃതി സൗഹൃദ പെയിന്റ് ഖാദി പ്രകൃതി പെയിന്റ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആണവ റിയാക്ടർ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദനം നടത്താനുള്ള നൂതന പദ്ധതി ആരംഭിക്കുന്ന അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി നാസ. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പ്രകാരം അടുത്ത 6 മാസത്തേക്ക് പ്രശ്നബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. അന്തരിച്ച മലയാളത്തിൻ്റെ ആദ്യ റേഡിയോ നിലയമായ തിരുവിതാംകൂർ റേഡിയോ നിലയത്തിൻ്റെ ആദ്യ വാർത്താ അവതാരിക ഇന്ദിര ജോസഫ് വെണ്ണിയൂർ. 2021 ജനുവരിയിൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് വൈസ് അഡ്മിറൽ രാജത് ഡട്ട. 2021 നടക്കുന്ന 51ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ FIFIയുടെ ഇൻ്റർനാഷണൽ ജൂറി ചെയർമാൻ പാബിയോ സീസർ അർജന്റീനിയൻ സംവിധായകൻ. വികസ്വര രാജ്യങ്ങളിലെ മികച്ച ഗവേഷകർക്കായി ഇറ്റലിയിലെ വേൾഡ് അക്കാദമി ഓഫ് സയൻസും ചൈനീസ് അക്കാദമി ഓഫ് സയൻസും ചേർന്ന് നൽകുന്ന പ്രഥമ യുവശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായ മലയാളി ഡോക്ടർ അജിത് പരമേശ്വരൻ. CRPRനായി DRDO പ്രത്യേകമായി നിർമ്മിച്ച മോട്ടോർ ബൈക്ക് ആംബുലൻസിൻ്റെ പേര് രക്ഷിത. 2021 ജനുവരിയിൽ ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോൺഗോയിൽ കണ്ടെത്തിയ പുതിയ പകർച്ചവ്യാധി ഡിസീസ് എക്സ്. 2021 ജനുവരിയിൽ അമേരിക്കൻ സേനയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ ഡോക്ടർ രാജ് ലയർ. അടുത്തിടെ പ്രകാശനം ചെയ്ത ദ പോപ്പുലേഷൻ മിത്ത് ഇസ്ലാം ഫാമിലി പ്ലാനിംഗ് ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? SY ഖുറേഷി. സ്വന്തമായി സ്ഥലവും വീടും ഇല്ലാതെ തോട്ടം ലയങ്ങളിൽ കഴിയുന്ന തൊഴിലാളികൾക്ക് വീട് വച്ച് നൽകുന്നതിന് സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഓൺ യുവർ ഓൺ ഹൗസ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 2020 ബഷീർ അവാർഡിന് അർഹനായത് പ്രൊഫസർ MK സാനു.
2021 ജനുവരിയിൽ നടന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ ഡാനിഷ് ചിത്രം ഇൻടു ദ ഡാർക്ക്നെസ്. 2023 നടക്കാൻ പോകുന്ന 18ാമത് AFC ഏഷ്യ കപ്പ് വേദി ചൈന. 2021 കേരള ബജറ്റ് പ്രഖ്യാപനമായ ചരക്ക് സേവന നികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ നിലവിൽ വരുന്നത് തിരുവനന്തപുരം. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ സംഗീതജ്ഞനും പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമായ വ്യക്തി ഉസ്താദ് ഖുലം മസ്തഫ ഖാൻ. ജലഗതാഗത വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന സംസ്ഥാനത്തെ 2ാമത്തെ വാട്ടർ ടാക്സി ഉദ്ഘാടനം ചെയ്ത ജില്ല കണ്ണൂർ. ഒരു പര്യടനത്തിൽ തന്നെ 3 ഫോർമാറ്റുകളിലും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ആദ്യ ക്രിക്കറ്റ് താരമെന്ന നേട്ടം കൈവരിച്ചത് ടി നടരാജൻ, തമിഴ്നാട് സ്വദേശി. രാജ്യാന്തര ചെസ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയ ഗാപ്രോം ബ്രില്യൻസി പ്രൈസിന് അർഹനായ മലയാളി ചെസ് താരം നിഹാൽ സരിൻ. ഇന്റർനാഷണൽ മൈഗ്രേഷൻ 2020 ഹൈലൈറ്റ് അനുസരിച്ച് ഏത് രാജ്യമാണ് ഒന്നാമത്? ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്നത് വിരാജൻ നഗർ, ഗുജറാത്ത്. 2021 ജനുവരിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും തത്വചിന്തകളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സർവകലാശാല മുംബൈ യൂണിവേഴ്സിറ്റി. കേരള ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസഡറായി നിയമിതനാകുന്ന മലയാള ചലച്ചിത്ര താരം മോഹൻലാൽ. 2021 ജനുവരിയിൽ COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കോളേജ് വിദ്യാർത്ഥികൾക്ക് ദിവസം 2 GB ഡാറ്റ സൗജന്യമായി ഉപയോഗിക്കാവുന്ന ഡാറ്റ കാർഡ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട്. നബാർഡിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കാർഷിക വിപണന കേന്ദ്രമായ ഫാം ശ്രീ അഗ്രോമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് കാക്കനാട്, എറണാകുളം. ഇൻ പർസ്യൂട്ട് ഓഫ് ജസ്റ്റിസ് ആരുടെ ആത്മകഥയാണ്? ജസ്റ്റിസ് രജീന്ദർ സച്ചാർ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആദ്യത്തെ വനിതാ ചീഫ് ആകുന്നത് എൻഗോസി ഓഗോൻജോ ഇവാല. പാമ്പുകടിയേറ്റാൽ ചികിത്സിക്കാൻ സഹായിക്കുന്ന സ്നേക്ക് പീഡിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? കേരള. 2021 ഫെബ്രുവരിയിൽ എല്ലാ ക്രിക്കറ്റ് ഫോർമാറ്റുകളിലും നിന്നും വിരമിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസുഫ് പത്താൻ. സംസ്ഥാന പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ പുസ്തകം പാഥേയം. ഇന്ത്യൻ നാവികസേനയുടെ മുംബൈ ആസ്ഥാനമായുള്ള പടിഞ്ഞാറൻ കമാൻഡിൻ്റെ മേധാവിയായി നിയമിതനായ മലയാളി വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ. ദ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ FIEOയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ ശക്തിവേൽ. 2021 ഫെബ്രുവരിയിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ ആരംഭിച്ച നഗരം തിരുവനന്തപുരം. 2021 ഫെബ്രുവരിയിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കേരള സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആർബിട്രേറ്റർ ആയി നിയമിതനായത് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. രാജ്യത്തെ ആദ്യത്തെ ഇടിമിന്നൽ ഗവേഷണ ടെസ്റ്റ് ബെഡ് നിലവിൽ വരുന്നത് ഒഡീഷ. മധ്യപ്രദേശിലെ ഖോഷാങ്ങാബാദ് പട്ടണത്തിൻ്റെ പുതിയ പേര് നർമ്മദാപുരം. 2021 ഫെബ്രുവരിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം യൂത്ത് അഭ്യാസ് 20. 2021 ഫെബ്രുവരിയിൽ രാജിവെച്ച പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ മുഖ്യമന്ത്രി B. നാരായണസ്വാമി. ഇന്ത്യയുടെ ആദ്യത്തെ ജെൻഡർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം കേരളം. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്. ഡിജിറ്റൽ മേഖലയിലെ രാജ്യത്തെ ആദ്യ സർവകലാശാലയായ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി പ്രവർത്തനം ആരംഭിച്ചത് ടെക്നോ സിറ്റി, തിരുവനന്തപുരം. ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി നിയമിച്ചത് മരിയോ ഗ്രാഗി. 2021 ഫെബ്രുവരിയിൽ പ്രകാശനം ചെയ്ത കേരള പോലീസിൻ്റെ ചരിത്രമടങ്ങിയ പുസ്തകം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് കേരള പോലീസ്. കേരളത്തിലെ ആദ്യ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വരുന്നത് കലൂർ, എറണാകുളം. പ്രഥമ അർജുനൻ മാസ്റ്റർ അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്.
ആദ്യ മലയാള ചലച്ചിത്ര നായികയായ PK റോസിയുടെ സ്മരണാർത്ഥം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ നിലവിൽ വരുന്നത് പേരൂർക്കട, തിരുവനന്തപുരം. 2021 ഫെബ്രുവരിയിൽ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ച രാജ്യം മാലിദ്വീപ്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരമ്പരാഗത തെരുവു വിളക്കുകൾ പൂർണ്ണമായും LED-യിലേക്ക് മാറ്റി ഊർജ്ജ ഉപയോഗവും പരിസ്ഥിതി ആഘാതവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി നിലാവ്. 2021 വേൾഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ പീപ്പിൾസ് ചോയ്സ് അവാർഡ് മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയത് റോബർട്ട് ഇർവിൻ. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമ മണി പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗായിക സുജാത മോഹൻ. കേരള മീഡിയ അക്കാദമിയുടെ 2019 മാധ്യമ പുരസ്കാരങ്ങൾ ഗ്ലോബൽ മീഡിയ ഫോട്ടോഗ്രാഫർ പുരസ്കാരത്തിന് അർഹയായ ഐറിഷ് കനേഡിയൻ ഫോട്ടോ ജേർണലിസ്റ്റ് ബാർബറ ഡേവിഡ്സൺ. യുണൈറ്റഡ് നേഷൻസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അർബാർ ഡേ ഫൗണ്ടേഷൻ 2020 ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് അംഗീകാരത്തിന് അർഹമായ ഇന്ത്യൻ നഗരം ഹൈദരാബാദ്. ഇന്ത്യയുടെ ആദ്യത്തെ തണ്ണീർത്തട സംരക്ഷണത്തിനും പരിപാലന കേന്ദ്രത്തിനും ആസ്ഥാനം നിലവിൽ വരുന്നത് ചെന്നൈ. ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 ജേതാക്കൾ പുരുഷ വിഭാഗം നൊവാക് ജോക്കോവിച്ച് സെർബിയ, വനിതാ വിഭാഗം നോയിനി ഒസാക്ക ജപ്പാൻ. 2021 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ കോട്ടേജ് സർവീസ് കൺവേർട്ടർ ഹൈ വോൾട്ടേജ് ഡയറക്ട് കറന്റ് പ്രോജക്റ്റ് HVDCP പുനലൂർ തൃശൂർ HVDCP പ്രോജക്റ്റ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് പുറത്തിറക്കിയ പുതിയ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് യൂണിറ്റ് കൈറ്റ് GNU ലിനക്സ് ലിറ്റ് 2020. 2021 ആഗോള തണ്ണീർത്തട ദിന പ്രമേയം തണ്ണീർത്തടങ്ങളും വെള്ളവും. 2021 ഫെബ്രുവരിയിൽ കേരള ടൂറിസം ഡയറക്ടർ ആയി ചുമതലയേറ്റത് PR കൃഷ്ണതേജ. 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച 5 രൂപയ്ക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ പദ്ധതി മാ പദ്ധതി. 2021 ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ വിജയകരമായി പരീക്ഷിച്ച സർഫസ് ടു സർഫസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ബാഹു. വനിതാ ശാക്തീകരണം മുൻനിർത്തി KSFDC നിർമ്മിച്ച മലയാള ചലച്ചിത്രം ഡിവോഴ്സ്. 2021 ഫെബ്രുവരിയിൽ H5N8 പക്ഷിപ്പനി മനുഷ്യരിൽ കണ്ടെത്തിയ ആദ്യ രാജ്യം റഷ്യ. 2021 ലോക അവഗണിക്കപ്പെട്ട ഉഷ്ണമേഖലാ രോഗ ദിനത്തിൻ്റെ പ്രമേയം അവഗണന അവസാനിപ്പിക്കുക. സമഗ്ര സംഭാവനയ്ക്കുള്ള കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ 2020 മഹാകവി കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. മികച്ച എഡിറ്റോറിയലിനുള്ള കേരള മീഡിയ അക്കാദമിയുടെ 2019 വി കരുണാകരൻ നമ്പ്യാർ പുരസ്കാരത്തിന് അർഹനായത് K ഹരികൃഷ്ണൻ, മലയാള മനോരമ. 2021 ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 പ്രമേയം ഫാസ്റ്ററിംഗ് മൾട്ടി ലിംഗ്വാലിസം ഫോർ ഇൻക്ലൂഷൻ ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി. 2021 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ഫുട്ബോൾ പരിശീലക ഫൗസിയ മാമ്പറ്റ. IPL ലേല ചരിത്രത്തിൽ ആരാണ് ഏറ്റവും വിലയേറിയ താരം? ക്രിസ് മോറിസ്. വൈകും മുമ്പേ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഋഷിരാജ് സിംഗ്, കേരള ജയിൽ DGP. 2020 കേരള ഫോക്ലോർ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായ മാപ്പിളപ്പാട്ട് കലാകാരൻ VM കുട്ടി. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് COVID-19 അണുബാധയിൽ നിന്നും ഔദ്യോഗികമായി സ്വതന്ത്രമാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര പ്രദേശമായി മാറിയത് ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് കൽരവ് എന്ന പേരിൽ ആദ്യത്തെ പക്ഷി മഹോത്സവം നടന്നത്? ബീഹാർ. ശാസ്ത്രീയ സംഗീതത്തിനുള്ള സംസ്ഥാനത്തെ പരമോന്നത ബഹുമതിയായ 2019 സ്വാതി പുരസ്കാര ജേതാവ് TM കൃഷ്ണ. മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാൻ വായ്പ നൽകുന്ന കേരള സർക്കാർ പദ്ധതി നവജീവൻ. ഇന്ത്യയിലെ ആദ്യത്തെ ലെതർ പാർക്ക് സ്ഥാപിക്കാൻ പോകുന്നത് കാൻപൂർ. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ നിർഭയം. 2021 ലോക ക്യാൻസർ ദിന സന്ദേശം I am and I will.
സ്വരാജ് ട്രോഫി 2019-2020 മികച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പിനിശ്ശേരി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മുഖത്തല, കൊല്ലം. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിക്കാൻ പോകുന്ന ലോവർ അരുൺ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഏത് രാജ്യത്താണ്? നേപ്പാൾ. നെക്തർ ഓഫ് ലൈഫ് എന്ന് പേരിട്ട സംസ്ഥാനത്തെ ആദ്യ മുലപ്പാൽ ബാങ്ക് സ്ഥാപിതമായത് എറണാകുളം. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. പുതുതായി നിലവിൽ വന്ന കർണാടകയുടെ ജില്ല വിജയനഗര, 31ാമത് ജില്ല. സംസ്ഥാനത്തെ ആദ്യ അപ്പെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെൻറ്റർ നിലവിൽ വന്നത് തിരുവനന്തപുരം. 2019-20 GV രാജ പുരസ്കാര ജേതാക്കൾ കുഞ്ഞു മുഹമ്മദ്, മയൂഖ ജോണി. അന്താരാഷ്ട്ര മാധ്യമ പുരസ്കാരമായ ലൂയിസ് M. ലയോൺസ് അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ മാധ്യമം ദി കാരവൻ. സംസ്ഥാന ഭൂരേഖ പരിപാലനം ഓൺലൈൻ സംവിധാനത്തിലൂടെ നിർവഹിക്കുന്നതിനായി നിലവിൽ വന്ന ആപ്ലിക്കേഷൻ ഇ-മാപ്പ് എഫക്റ്റീവ് മാപ്പിംഗ്. 2021 ഫെബ്രുവരിയിൽ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ ആദ്യ ഉപകേന്ദ്രം നിലവിൽ വന്നത് ചാലക്കുടി, തൃശ്ശൂർ. കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക് നിലവിൽ വരുന്നത് അട്ടപ്പാടി, പാലക്കാട്. കേരളത്തിൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ധനകാര്യ സ്ഥാപനം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC. കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല കൊല്ലം. രമേശ് കാൻഡുള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോർ നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ ഹൈവേ ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2019 നോവൽ S. ഹരീഷ് മീശ. കവിത P. രാമൻ. രാത്രി 12:30 ഒരു താരാട്ട് M.R. രേണുകുമാർ കൊതിയൻ. ജീവചരിത്രം MGS നാരായണൻ. ജാലകങ്ങൾ ഒരു ചരിത്രാന്വേഷികയുടെ വഴികൾ, കാഴ്ചകൾ. വിവർത്തനം K. അരവിന്ദാക്ഷൻ. ഗൗതമ ബുദ്ധൻ്റെ പരിനിർവാണം. ചെറുകഥ ബിനോയ് തോമസ് രാമച്ചി. കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് K. സച്ചിദാനന്ദൻ. അഴിമതി മുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതിന് പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന വെബ്സൈറ്റ് ജനജാഗ്രത. 2021 ഫെബ്രുവരിയിൽ അമേരിക്കയുടെ വിദേശകാര്യ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പ്രസ്റ്റൺ കുൽക്കർണി. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ പരിസ്ഥിതി സൗഹൃദ രീതിയിൽ പൂർണ്ണമായും വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത അരിയുടെ ബ്രാൻഡ് നെയിം നിറ. 2021 ഫെബ്രുവരിയിൽ കേരളത്തിൽ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് പുതൂർ, തൃശ്ശൂർ. 2021 ഫെബ്രുവരിയിൽ നടന്ന 2ാമത് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ജെൻഡർ ഇക്വാലിറ്റി ICSEയുടെ വേദി കോഴിക്കോട്. 2021 ഫെബ്രുവരിയിൽ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുകുലം കൺവെൻഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് ചെമ്പഴന്തി, തിരുവനന്തപുരം. അനീമിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് 12-ൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ 12. 2021 ഫെബ്രുവരിയിൽ DRDO തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ സേനയ്ക്ക് കൈമാറിയ യുദ്ധക്കപ്പൽ അർജുൻ MK-1A. 2020 ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ബയേൺ മുനിച്ച് FC, ജർമ്മനി. 2021 ഫെബ്രുവരിയിൽ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ. 2021 ഫെബ്രുവരിയിൽ മലയാള മിഷൻ ആരംഭിച്ച ഓൺലൈൻ റേഡിയോ മലയാളം. 2021 ഫെബ്രുവരിയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ആരംഭിച്ച മറൈൻ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിജ്ഞാനസാഗർ. 2021 ഫെബ്രുവരിയിൽ കണ്ണൂർ ജില്ലയിൽ നിലവിൽ വന്ന സാഹസിക ടൂറിസം പദ്ധതി ചൂട്ടാഡ് അഡ്വഞ്ചർ പാർക്ക്. ഇറ്റലിയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മാരിയോ ഡാർഗി. 2021 ലോക റേഡിയോ ദിനത്തിൻ്റെ ഫെബ്രുവരി 13 പ്രമേയം ന്യൂ വേൾഡ് ന്യൂ റേഡിയോ. നിയമവാഴ്ച എന്ന പുസ്തകം രചിച്ചത് PG ജോസഫ് MLA. 2021 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യഘട്ട ജലപാത വൈറ്റില മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെ. 2021 ഫെബ്രുവരിയിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത
രശ്മി സാമന്ത്, കർണാടക. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി ഭുവനേശ്വർ. 2021 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൊച്ചി തുറമുഖത്തെ രാജ്യാന്തര ക്രൂയിസ് ടെർമിനൽ സാഗരിക. 2021 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ആദ്യ പ്രൊപ്പൈൻ ഡെറിവേറ്റീവ്സ് പെട്രോ കെമിക്കൽ പ്രോജക്റ്റ് PDPP നിലവിൽ വന്നത് DPCL കൊച്ചി റിഫൈനറി. ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത് ജ്യോതി സുഖരേഖ വെന്നം. രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി ഉള്ള പദ്ധതി പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി. സർക്കാർ അഥവാ എയ്ഡഡ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി മിഡ് ഡേ മീൽ സ്കീം ഇനി മുതൽ ഏത് പേരിൽ അറിയപ്പെടും? പ്രധാനമന്ത്രി പോഷൺ പദ്ധതി. ജൈവ വൈവിധ്യ പരിപാലനത്തിനുള്ള ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി പുരസ്കാരം ലഭിച്ചത് NM ഷാജി. പുരസ്കാര തുക 2 ലക്ഷം. കേരളത്തിൻ്റെ ട്യൂബർ മാൻ എന്നറിയപ്പെടുന്നത് NM ഷാജി. കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ത്രാലയം 3.0-ൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള അവാർഡ് നേടിയ സംസ്ഥാനം കേരളം. പ്രഖ്യാപിച്ചത് മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര ആരോഗ്യമന്ത്രി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ പിങ്ക് ക്രിക്കറ്റ് ടെസ്റ്റ് എതിർ ടീം ഓസ്ട്രേലിയ. പകലും രാത്രിയുമായി നടക്കുന്ന പിങ്ക് ക്രിക്കറ്റ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന പന്തിൻ്റെ നിറം പിങ്ക്. റവന്യൂ വകുപ്പ് സ്വീകരിച്ച നടപടികൾ. MLA-മാർക്ക് ഓൺലൈനായി അറിയാനുള്ള സംവിധാനം റവന്യൂ ഡാഷ്ബോർഡ്. ശാന്തി സ്വരൂപ് ഫട്നഗർ പ്രൈസ് SSB 2021. ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് അവാർഡ് നേടിയ മലയാളി ജീമോൻ പന്നിയമ്മകൾ. ബയോളജിക്കൽ സയൻസ് ഡോക്ടർ അമിത് സിംഗ്, ഡോക്ടർ അരുൺകുമാർ ശുക്ല. കെമിക്കൽ സയൻസസ് ഡോക്ടർ കനിഷ്ക ബിശ്വാസ്, ഡോക്ടർ T ഗോവിന്ദരാജു. ഭൂമി, അന്തരീക്ഷം, സമുദ്രം, ഗ്രഹശാസ്ത്രങ്ങൾ ഡോക്ടർ ബിനോയ് കുമാർ സൈക്കിയ. എഞ്ചിനീയറിംഗ് സയൻസസ് ഡോക്ടർ ദേബദീപ് മുഖോപാധ്യായ്. പ്രഥമ അക്ഷശ്രീ പുരസ്കാരം നേടിയത് ഫൈസൽ ഖാൻ. വിദ്യാർത്ഥികൾക്ക് കോവിഡ് പ്രതിരോധത്തിനുള്ള ഹോമിയോ മരുന്ന് നൽകുന്ന സർക്കാർ പദ്ധതി കരുതലോടെ മുന്നോട്ട്. അഡിഡസിൻ്റെ ആഗോള ബ്രാൻഡ് അംബാസഡർ ദീപിക പദുക്കോൺ. മലയാള അക്ഷരമാലയിൽ ഏകീകൃത ആംഗ്യഭാഷാ ലിപി ഫിംഗർ സ്പെല്ലിംഗ് രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, തിരുവനന്തപുരം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിലവിൽ വന്ന വർഷം 1997. വയോജനങ്ങൾക്കായി രൂപീകരിച്ച വിളിച്ച് പെൻഷൻ സംശയങ്ങൾ, പരാതികൾ, നിയമപരമായ സംശയങ്ങൾ എന്നിവയെല്ലാം അറിയാൻ സാധിക്കുന്ന ഹെൽപ്പ് ലൈൻ എൽഡർ ലൈൻ 14567. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.